അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വണ്ടീൻ്റെ പിസ്റ്റൺ പിടിച്ചു പോയായിരുന്നു. പിസ്റ്റൺ പിടിച്ചു പോകാൻ കാരണം വെച്ചാൽ റേഡിയേറ്ററിൽ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്യാം. വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഇല്ല കാണാ ഓക്കെയാണ് കണ്ടോ, കൂളൻ്റൊക്കെ ഓക്കെയാണ്. അത് ഈ വൈപ്പറിൻ്റെ വെള്ളമാണ്. ഇതുണ്ടോ, ഇതിനുള്ളൊക്കെ ഇടയ്ക്ക് വെള്ളം, അത് ഒരുപാട് നിറയണ്ട. ഇപ്പോൾ ഓക്കെ, കറക്റ്റാണ്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചേക്കാം, കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ട് പണി വാളിയാലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ചെക്ക് ചെയ്യണം, ഇതൊക്കെ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്തിട്ടിപ്പം 2 ആഴ്ചയായി. ഞാൻ തുടച്ചിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി അറിയാമോ, ഇങ്ങനെ കുത്തുക, എന്നിട്ട് ഓക്കെയാണ്, ഓയിൽ ഓക്കെയാണ്. ഈ 2 കമ്പീൻ്റെ 2 മാർക്ക് ഉണ്ടോ, ഇതിൻ്റെ സെൻട്രലായിട്ട് നിന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഹെഡില്ലേ, ഈ ഹെഡിൻ്റെ പണിയൊക്കെ എടുപ്പിച്ചത്, ഈ ഹെഡിൻ്റെ പണി മൊത്തം എടുപ്പിച്ചതായിരുന്നു. ഈ വണ്ടി മൊത്തം സ്റ്റക്കായി എന്ന് കഴിഞ്ഞ പ്രാവശ്യം കൊട്ടിയൂർ സമയത്താണ് വണ്ടി സ്റ്റക്കാകുന്നത്. അന്നത്തെ ഞാൻ മൊത്തം 10-15,000 മുടക്കിയിട്ടാണ് വണ്ടി സെറ്റായത്. ഓക്കെ, മതി കണ്ടോ, ഓക്കെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് ചെയ്യണം, അല്ലെങ്കിൽ റേഡിയേറ്റർ എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ, അന്ന് റേഡിയേറ്ററിൽ ലീക്കായിരുന്നു. ആ ലീക്കിൽ വെള്ളം ലീക്കായി പോയതുകൊണ്ടാണ് പണി വാളി, ഫാന് വർക്കാകുന്നില്ലായിരുന്നു. ഇപ്പോൾ വണ്ടിയെല്ലാം ഓക്കെ, ഇപ്പോൾ വണ്ടി കണ്ടീഷനാണ് ഓക്കെ, അടിപൊളിയാണ്. ഇനി പെയിൻറ്റിങ്ങും ചെയ്ത് വണ്ടി കുട്ടപ്പനാക്കി കഴിഞ്ഞാൽ ആ വണ്ടി അടിപൊളിയായി. വണ്ടിക്ക് സംഭവിച്ചാൽ നമ്മുടെ ടയറില്ലേ, 4 വീലും അലോ കയറ്റണം. ഇനിയിപ്പോൾ ഈ ഫ്രണ്ട് ടയർ ഊരിയിട്ട് ബേക്കിലേക്ക് ഇട്ട്, ബാക്ക് ടയർ ഒരു ടയർ റിസർവ് ഉണ്ട്, പിന്നെ ഒരു ടയർ മറ്റേ തീരാറായി. അപ്പോൾ അങ്ങനെ ഓക്കെയാണ്.